അപ്പോൾ നമ്മുടെ CISFന്റെ ASI തസ്തിക അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം മുൻപ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതുവരെയുള്ള എല്ലാ സെലക്ഷൻ ഘട്ടങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്തു പോന്നിട്ടുമുണ്ടായിരുന്നു. ഫൈനലി അതിൻ്റെ സ്കിൽ ടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റും പിന്നെ അടുത്ത ഘട്ടത്തിൻ്റെ ഒരു അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ തരാനുള്ളത്. അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൻ്റെ അഡ്മിറ്റ് കാർഡും റിലീസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് സ്കിൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ആദ്യം ഉദ്യോഗാർത്ഥിയുടെ റോൾ നമ്പർ, പിന്നെ പേര്, പിന്നെ ഫാദറിൻ്റെ പേര്, പിന്നെ ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ, പിന്നെ എവിടെ വെച്ചാണ് നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റ് നടക്കുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് റിസൾട്ടിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ പങ്കെടുക്കേണ്ട ഡേറ്റ്, മെഡിക്കലിന് പങ്കെടുക്കേണ്ട ഡേറ്റും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ മെയിലും ഫീമെയിൽസും ഒരുപാട് പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 500 സംതിങ് വേക്കൻസി ആയിരുന്നു ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിലുണ്ട്. 618ഓളം ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും 26/2/2024 സ്കിൽ ടെസ്റ്റ്, അതായത് സ്കിൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത്. പല സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ഹൈദരാബാദൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ നടക്കുന്നത്. മാക്സിമം ഈ ഒരു കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടമ്പ മാത്രമേ ഉള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് ഇതിന് അഡ്മിറ്റ് കാർഡ് വേണമല്ലോ, മെഡിക്കൽ ടെസ്റ്റിന് പോകാനുള്ള അഡ്മിറ്റ് കാർഡ്, അതെങ്ങനെ എടുക്കാന്നുള്ള കാര്യത്തിലേക്കും കൂടി കടക്കാം. അപ്പോൾ മെഡിക്കൽ ടെസ്റ്റിനുള്ള അഡ്മിറ്റ് കാർഡ് എടുക്കാനുള്ള വിൻഡോ ആണിത്. ആദ്യം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക, പിന്നെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് ഇവിടെയുള്ള ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിസൾട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ്, മെഡിക്കലിനുള്ള അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും പിന്നെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. മാക്സിമം പെട്ടെന്ന് ചെക്ക് ചെയ്യുക. അറ്റൻഡ് ചെയ്യേണ്ട എല്ലാവരും തന്നെ മെഡിക്കൽ അറ്റൻഡ് ചെയ്യുക. ബാക്കിയുള്ള ഫർദർ അപ്ഡേറ്റ് ഉടനെ ലഭിക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ ഓളിലാണെന്ന് നിങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തുക തുടർന്നുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായിട്ട്.